സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ടെന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നു. അഭിപ്രായങ്ങൾ പാർട്ടിയിൽ പറയണമെന്നും മാധ്യമങ്ങളിൽ പരസ്യ പ്രതികരണം നടത്തി മുന്നണിക്ക് ദോഷമുണ്ടാക്കരുതെന്നും എ കെ ശശീന്ദ്രൻ 24 വഴി പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. എ കെ ശശീന്ദ്രനെ മത്സരിപ്പിക്കരുതെന്ന NCP നേതൃയോഗത്തിൽ ആവശ്യമായിരുന്നു എന്ന് വാർത്ത വരുന്നതിന് പിന്നാലെയായിരുന്നു ശശീന്ദ്രൻ്റെ ഈ പ്രതികരണം. ആദ്യം നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം. വ്യക്തികൾക്ക് നേതാക്കന്മാർക്ക് അഭിപ്രായങ്ങളുണ്ടാവും. ഈ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതും തെറ്റല്ല. അത് മാധ്യമങ്ങളിലൂടെയാകുമ്പോൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരുടെയും ജനങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കും. അത് ദോഷം ചെയ്യുന്ന ഒരു നിലപാടാണ്. അത്തരം നിലപാടുകൾ ആരും സ്വീകരിക്കാൻ പാടില്ല. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ മാതൃക കാണിക്കേണ്ടവരാണ്. അവരാ മാതൃക കാണിച്ചില്ല. മന്ത്രി എ കെ ശശീന്ദ്രനുമായി സംസാരിച്ച ദീപക് തർമ്മണം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പരസ്യമായി ഇത് പറഞ്ഞു എന്നത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയമായി അദ്ദേഹത്തിന് അതൊരു ക്ഷീണമായോ? വെരി ഗുഡ് മോർണിംഗ്. എ കെ ശശീന്ദ്രൻ 24നോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്താണ് പറയേണ്ടത്, അല്ലാതെ പരസ്യ പ്രതികരണങ്ങളല്ല വേണ്ടത്. അതിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അത് പാർട്ടി അതിൻ്റെ വഴിയിൽ നീങ്ങും. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, എലത്തൂരിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, പാർട്ടി പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കും. ഇതാണ് തൻ്റെ നിലപാട് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇന്നലെ ഒരു ജില്ലാ യോഗം നടന്നിരുന്നു. കെ പി ഉണ്ണികൃഷ്ണൻ്റെ മരണത്തെ തുടർന്ന് അനുശോചനം പറഞ്ഞുകൊണ്ട് പിരിയാൻ തീരുമാനിച്ച യോഗം. ആ യോഗത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. എ കെ ശശീന്ദ്രനെതിരെ പ്രമേയ സ്വഭാവത്തിൽ ഒരു ചർച്ച നടക്കുന്നു. അത് കഴിഞ്ഞ് പ്രമേയം പാസ്സാക്കിയതായി പിന്നീട് മുക്കം മുഹമ്മദ് പറയുകയും ചെയ്തു മാധ്യമങ്ങളോട്. ആ രീതിയിൽ ഒരു വിഭാഗം എ കെ ശശീന്ദ്രനെതിരെ ഇന്നലെ ജില്ലാ യോഗത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം മാറണം, മുക്കം മുഹമ്മദ് സ്ഥാനാർത്ഥിയാകണം എന്നുള്ളത് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം 24നോട് പറയുമ്പോൾ പറയുന്നത്, സ്ഥാനാർത്ഥി ആരെന്ന് മുകളിൽ നിന്ന് തീരുമാനിക്കും. ആര് സ്ഥാനാർത്ഥിയായാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് NCP പ്രവർത്തകരുടെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ്. മാത്രവുമല്ല, അദ്ദേഹം സ്ഥാനാർത്ഥിയാകാൻ പാർട്ടി തീരുമാനിച്ചാൽ സ്ഥാനാർത്ഥിയാകും, പോസ്റ്റർ ഒട്ടിക്കാൻ പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിക്കും എന്ന നിലപാടാണ് എ കെ ശശീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇന്നലത്തെ യോഗത്തിൽ ഇലത്തൂർ മണ്ഡലത്തിൽ നിന്നുള്ള NCP പ്രവർത്തകരോ നേതാക്കളോ പങ്കെടുത്തില്ല എന്നുകൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ കളി മാറുന്ന ഒരു സാഹചര്യമാണ് കാണാനുള്ളത്. SKN ചോദിച്ച ചോദ്യത്തിൽ എ കെ ശശീന്ദ്രൻ ഇതിൽ നിലപാട് വ്യക്തമാക്കുന്നത് താൻ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ പാർട്ടി തീരുമാനിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. SKN ഓക്കെ, ദീപക് തർമ്മടമാണ് വിവരങ്ങളുമായി ചേർന്നത്. മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു എ കെ ശശീന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.